ഹലോ കൂട്ടുകാരെ, തേങ്ങയൊന്നും ചേർക്കാതെ നല്ല അടിപൊളി ഒരു പരിപ്പ് കറി കണ്ടാലോ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാ അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള പരിപ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പരിപ്പ് കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു കപ്പ് പരിപ്പ് ഞാൻ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കുതിർത്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താലും മതി. ഇത് ഇങ്ങനെ കുതിർത്തെടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരു അരമണിക്കൂറും കുതിർക്കാൻ വേണ്ടി വെച്ചാൽ മതി. അതിനുശേഷം നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് പരിപ്പ് മാറ്റി കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു തക്കാളിയാണ് കേട്ടോ. തക്കാളി ചെറിയ കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുക്കുക. ജസ്റ്റ് വലിയതായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ഇത് വെന്ത് കഴിയുമ്പോൾ ഒന്ന് സ്മാഷ് ചെയ്തിടുക. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിൽ അരിഞ്ഞിടുവാണ് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്ന ഒരു സവാളയാണ്. ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അത് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞിടാം, നീളത്തിൽ അരിഞ്ഞിടാം, അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിടാം, അല്ലാന്നുണ്ടെങ്കിൽ റഫായിട്ട് കുറച്ച് ഇതായിട്ട് അരിഞ്ഞിടാം കേട്ടോ. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം അരിഞ്ഞിടാം. പിന്നെ എരിവിനായിട്ട് ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ പരിപ്പ് വേകാനുള്ള ഉപ്പും കൂടി ചേർത്ത്, പരിപ്പിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് വെള്ളം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. നമ്മുടെ പരിപ്പ് ഒറ്റ വിസിലിൽ തന്നെ വെന്ത് കിട്ടും, ഒരുപാടൊന്നും വേണ്ട. ഈ പരിപ്പ് ഏതാ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പാർ പരിപ്പ് എടുക്കാം. പിന്നെയാണെന്നുണ്ടെങ്കിൽ ചെറിയ പരിപ്പുണ്ടല്ലോ, അത് വേണമെങ്കിൽ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മസൂർ ദാൽ എന്ന് പറഞ്ഞ് ചുവപ്പ് കളറിലെ ദാലുണ്ടല്ലോ, അത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം എടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 1-2 വിസിൽ അടിച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഒരു 10 ചെറിയ ഉള്ളിയും ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അരച്ചെടുത്താൽ മതി. ചെറിയ തരിതരിപ്പോട് കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ടേ. ജസ്റ്റ് ഇതാ അതുപോലെ ഒന്ന് ചെറിയ തരിതരിപ്പോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ വെന്ത് എയറൊക്കെ പോയിട്ടുണ്ടായിരിക്കും. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ അതാ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടേ. നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പരിപ്പൊക്കെ നല്ലതുപോലെ വെന്ത് ഇതായിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2-3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളി, ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത്, ഉള്ളിയൊക്കെ ഒന്ന് വാടി മൂത്ത് ആ ഒരു കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഇപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കട്ടിയായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ചോറിനൊക്കെ കഴിക്കാനാണെങ്കിൽ കുറച്ച് ലൂസായിട്ടിരിക്കണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം കേട്ടോ. മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ചേർക്കാം, ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അപ്പം അത്രേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാത്തിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.